പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചതുകൊണ്ടാണോ പെൻഷൻ ലഭ്യമായതെന്ന് പരിശോധിക്കും. വിശദമായ പരിശോധനകൾക്ക് ശേഷം തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ധനമന്ത്രിയുടെ നിർദ്ദേശം. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് പലിശയടക്കം തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ധനവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇവർ പെൻഷന് അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. ആരോഗ്യവകുപ്പിൽ 373 പേരാണ് അനധികൃതമായി സർക്കാരിന്റെ പെൻഷൻ കൈപ്പറ്റുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 224 പേരും മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നിന്ന് 124 പേരും ആയുർവേദ വകുപ്പിൽ നിന്ന് 114 പേരും അനർഹരുടെ പട്ടികയിലുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും സാങ്കേതിക വകുപ്പിൽ 46 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കേരള ഇൻഫർമേഷൻ മിഷൻ നടത്തിയ പരിശോധനയാണ് ഈ കണ്ടെത്തൽ. അനധികൃതമായി ഉദ്യോഗസ്ഥർ പെൻഷൻ കൈപ്പറ്റിയിലൂടെ പ്രതിമാസം 23.3 ലക്ഷവും പ്രതിവർഷം 2.5 കോടിയുടെ നഷ്ടവും ഉണ്ടായതായാണ് കണക്കുകൂട്ടൽ. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.